നാലാമത്തെ ബ്ലോക്കിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആയ എ ബ്രീഫ് ഓവർവ്യൂയിങ് ഓഫ് പ്രൊമിനന്റ് നാച്ചുറൽ ഡിസാസ്റ്റർ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കൊച്ചു യൂണിറ്റ് ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നു കേട്ടോ. അതായത് ഒന്നുമില്ല, ഇതിന് മുൻപത്തെ യൂണിറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് ടോപ്പിക്സ് തന്നെയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. അതായത് ഇന്ത്യയിൽ ഇന്നേ വരെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള കുറച്ച് പ്രൊമിനന്റ് ആയിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലെ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഏതെല്ലാം, അവയുടെ കാരണങ്ങൾ എന്തെല്ലാം, ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സോ അതിൽ ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഏതാ, ലാൻഡ് സ്ലൈഡ് അല്ലെ. നമുക്കറിയാം, നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ കേട്ടത് തന്നെയാണ് ലാൻഡ് സ്ലൈഡ്. എന്താ, മണ്ണിടിച്ചൽ അല്ലെ, മണ്ണിടിച്ചൽ. നമുക്ക് നോക്കാം, ലാൻഡ് സ്ലൈഡ് നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രൊമിനന്റ് ആയ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ തന്നെയാണ് എന്ത്, ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ലാൻഡ് സ്ലൈഡ്, അതായത് ഈ ലാൻഡ് സ്ലൈഡ് മണ്ണൊലിപ്പിൽ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അതിൽ കുറച്ച് കാരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, ആദ്യം തന്നെ ഹെവി റെയിൻഫോൾ അല്ലെ, കുത്തനെ ഒഴുക്കുന്ന കുത്തനെ പെയ്യുന്ന മഴ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. ഭയങ്കര ഹെവി ആയിട്ടുള്ള റെയിൻഫോൾ ലാൻഡ് സ്ലൈഡിന് കാരണമാകുന്നുണ്ട്. അതല്ലാതെ ഇറോഷൻ ഓഫ് ദി ബേസ് ഓഫ് ദി സ്ലോപ്പ് അല്ലെ, സ്ലോപ്പിന്റെ ബേസിൽ ഉണ്ടാകുന്ന ഇറോഷൻ, മണ്ണൊലിപ്പ്, ഒലിപ്പ്, ഓക്കെ, ഇറോഷൻ എന്ന് പറയുന്നത് ഒലിപ്പ്, അതും എന്തിന് കാരണമാവുന്നുണ്ട്, ലാൻഡ് സ്ലൈഡിന് കാരണം. മാത്രമല്ല ചേഞ്ചസ് ടു ദ മെറ്റീരിയൽ സ്ട്രെങ്ത് അല്ലെ, മെറ്റീരിയൽ സ്ട്രെങ്ത്തിൽ വരുന്ന ചേഞ്ചസും എന്തിന് കാരണമാവുന്നുണ്ട്, ലാൻഡ് സ്ലൈഡിന് കാരണമാവുന്നുണ്ട് അല്ലെ. ഇത് മാത്രമാണോ ലാൻഡ് സ്ലൈഡിന് കാരണമാവുന്നത്? അല്ല അല്ലെ, നമ്മൾ ഇതിനു മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താ, മൈനിങ് അല്ലെ, ഖനനം. മൈനിങ് ലാൻഡ് സ്ലൈഡിനെ കാരണമാക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് ഇത് മൈനിങ് എന്ന് പറയുന്നത് അല്ലെ. അത് മാത്രമാണോ? അല്ല, ഇത്തരത്തിലുള്ള ഒരുപാട് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ഫോർ എക്സാമ്പിൾ ട്രാഫിക്കിന്റെ വൈബ്രേഷൻ അല്ലെ, ട്രാഫിക്കിന്റെ വൈബ്രേഷൻ ലാൻഡ് സ്ലൈഡിന് കാരണമാവുന്നുണ്ട്. അതല്ലാതെ മെഷീനറീസ് ഉണ്ടല്ലോ, ഈ മൈനിങ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് മെഷീനറീസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ, അതിന്റെ വൈബ്രേഷൻസും എന്തിന് കാരണമാവുന്നുണ്ട്, ലാൻഡ് സ്ലൈഡിന് കാരണമാവുന്നുണ്ട്. അത് കൂടാതെ അർബനൈസേഷൻ അഥവാ നഗരവൽക്കരണവും എന്തിന്റെ കാരണമാവുന്നുണ്ട്, ലാൻഡ് സ്ലൈഡിന് കാരണമാവുന്നുണ്ട്. മനസ്സിലായാലും ഇത്തരത്തിൽ ഒരുപാട് പ്രവൃത്തികൾ നാച്ചുറൽ ആയിട്ട് ഇപ്പൊ എല്ലാരും പറയുന്നത് എന്താ, ലാൻഡ് സ്ലൈഡിന് കാരണം എന്താണ്, ഹെവി റെയിൻഫോൾ മാത്രമാണെന്നാണ്. ഒരിക്കലും അല്ല, മനുഷ്യന്റെ ചില ആക്ടിവിറ്റീസും എന്തിൽ പങ്കാളികളാണ്, ലാൻഡ് സ്ലൈഡ് വരാനുള്ള കാരണങ്ങളിൽ ചിലതാണ്. ഓക്കെ, മൈനിങ് അല്ലെ, ഖനനം, അതുപോലെ ട്രാഫിക്കിന്റെ വൈബ്രേഷൻസ്, ഉപയോഗിക്കുന്ന മെഷീനറികളുടെ വൈബ്രേഷൻസ്, അതുകൂടാതെ തന്നെ അർബനൈസേഷൻ, നഗരവൽക്കരണം, ഇതെല്ലാം തന്നെ എന്തിന്റെ കാരണമാണ്, ലാൻഡ് സ്ലൈഡിനെ കാരണമാക്കുന്നു. മനസ്സിലായോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ലാൻഡ് സ്ലൈഡുകൾ തന്നെ വിവിധ തരത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തരം തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് 4 ടൈപ്സ് ഓഫ് there are 4 types of landslide അല്ലെ. 4 ടൈപ്പുകൾ ഓഫ് ലാൻഡ് സ്ലൈഡുകളാണ് ഈ ഒരു യൂണിറ്റ് നമുക്ക് ആകെ പഠിക്കാൻ തന്നിട്ടുള്ളൂ. നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്താലോ. ഓക്കെ, ഒന്നാമത്തെ ടൈപ്പ് ആണ് ഏത്, സ്ലൈഡ്. ഏതാ, സ്ലൈഡ്. ഈ സ്ലൈഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, it is a displacement of മെറ്റീരിയൽസിന്റെ ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഇങ്ങനെ സ്ലൈഡിലോട്ട് വരും അല്ലെ, സർഫസിന്റെ ഇങ്ങനെ പോകുന്ന ഇത്തരത്തിൽ ഇതാകുന്ന ലാൻഡ് സ്ലൈഡുകളെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഇങ്ങനെ പോകുന്നതിന്റെ ആ ഒരു ടൈപ്പാണ് നമ്മൾ എന്ത് പറയാ, സ്ലൈഡ് എന്ന് പറയാ. അതാണ് നമ്മുടെ ലാൻഡ് സ്ലൈഡിന്റെ ഒന്നാമത്തേത്. രണ്ടാമത് നോക്കാം, ഫ്ലോസ്. എന്താണ് ഫ്ലോസ്? അതായത് ഇറ്റ് ഈസ് എ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഈ ലാൻഡ് സ്ലൈഡിലുള്ള പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റീസ് ഏത് രീതിക്കാവും പോകും, ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് മോഡലിലാകും എന്ത് ചെയ്യുക, സ്ലൈഡ് ചെയ്ത് വരിക. അത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഫ്ലോസ് എന്ന് പറയുന്നത് കേട്ടോ.
നോക്കാം സ്പ്രെഡ്സ്. ഏതാണ്? സ്പ്രെഡ്. അവസാനത്തെ നാലാമത്തെ എങ്ങനെയാണ്? ടോപ്ലിംഗ്. ടോപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് റൊട്ടേഷൻ ഓഫ് മാസ് ഓഫ് റോക്ക്. ഒരു വലിയൊരു പാറക്കല്ല് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാം? ടോപ്ലിംഗ് എന്ന് പറയാം ട്ടോ. അതാണ് ഇത്തരത്തിൽ 4 ടൈപ്സ് ഓഫ് ലാൻഡ് സ്ലൈഡുകളാണ് നമുക്ക് എന്തുള്ളത് പഠിക്കാനായിട്ടുള്ളത് ട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലായി എന്തൊക്കെയാണ് ലാൻഡ് സ്ലൈഡിന്റെ കാരണങ്ങൾ എന്ന് മനസ്സിലായി അല്ലേ? നാച്ചുറൽ ആയിട്ടും അതല്ലാതെ ഹ്യൂമൻ ആക്ടിവിറ്റീസും ഇതിനെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്തിന് കാരണമാവുന്നുണ്ട്? ലാൻഡ് സ്ലൈഡിന് കാരണമാവുന്നുണ്ട് അല്ലെ? ലാൻഡ് സ്ലൈഡ് വന്നാൽ എന്തൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമുക്കറിയാം അല്ലേ? അതെ, നമ്മുടെ സോയിലിലെ വെജിറ്റേഷൻ അതൊക്കെ നശിച്ചു പോകും അല്ലേ? ഫലഭൂയിഷ്ഠത എല്ലാം നശിക്കപ്പെടും. അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് നമുക്ക് ഈ യൂണിറ്റിൽ നോക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഏത്? ഫ്ലഡ് അല്ലെ? അറിയാം, നമുക്കറിയാലോ അല്ലെ? ഇതിനു മുൻപത്തെ ഒരുപാട് യൂണിറ്റിൽ നമ്മൾ ഫ്ലഡിനെ കുറിച്ചും ലാൻഡ് സ്ലൈഡിനെ കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്താണ്. സോ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ ഓവർഫ്ലോ ഓഫ് വാട്ടർ അല്ലെ? വെള്ളത്തിന്റെ ഓവർഫ്ലോ ആണ് എന്തിന് കാരണമാകുന്നത്? യഥാർത്ഥത്തിൽ ഫ്ലഡിന്. അതെ, അത് ഒരു എന്താ പറയാ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ, അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നല്ലേ, അതെ, പെട്ടെന്നുള്ള ഒരു വെള്ളത്തിന്റെ അളവ് കൂടുക അല്ലെ? അത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ ഒക്കെയാണ് എന്താ ഫ്ലഡ് എന്ന് നമ്മൾ എന്താ വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫ്ലഡിന് കാരണമാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാരണങ്ങളുണ്ട്. അതെന്താണ്? വാട്ട് ആർ ദി കോസസ് ഓഫ് ഫ്ലഡ്? ഇതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ മാസീവ് റെയിൻഫോൾ. എന്താണ് അത്? നമ്മൾ ഒരുപാട് 2-3 ദിവസം തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന കുത്തനെയുള്ള മഴ എന്തിന് കാരണമാകാം? നമ്മുടെ ഫ്ലഡിന് കാരണമാകാം അല്ലെ? റിവേഴ്സ്, പോൺസിലെ എന്താ പറയാ പുഴകളൊക്കെ കവിഞ്ഞൊഴുകി അത്തരത്തിൽ ഫ്ലഡുകൾ ഉണ്ടാകാം അല്ലെ? അതിപ്പോ റെയിൻഫോൾ, മാസീവ് റെയിൻഫോൾ എന്ന് പറയുന്നത് ഫ്ലഡിന്റെ ഒരു കാരണമാണ്. രണ്ടാമത് നോക്കാം, ഓവർഫ്ലോയിങ് ഓഫ് ദി റിവേഴ്സ്. ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? ഇത്തരത്തിൽ ഈ പുഴകളെല്ലാം തന്നെ കവിഞ്ഞൊഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതും എന്തിന് കാരണമാകാം? ഫ്ലഡിന് കാരണമാകാം. മൂന്നാമത് കൊളാപ്സ്ഡ് ഡാംസ് അല്ലെ? ഡാമുകൾ തമ്മിൽ കൊളാപ്സ് ആയാലും അതും എന്തിന് കാരണമാകും? ഫ്ലഡിന് കാരണമാകും. പിന്നെ നാലാമത്തെയാണ് സ്നോ മെൽറ്റ് അല്ലെ? മഞ്ഞ് ഉരുകുമ്പോൾ, അതായത് ഒരു നിശ്ചിത അളവിനേക്കാൾ കൂടുതൽ മഞ്ഞ് ഉരുകി വരുമ്പോൾ അതും എന്തിലോട്ട് നയിക്കാം? ഫ്ലഡിലോട്ട് നയിക്കാം. പിന്നെ അഞ്ചാമത്താണ് ഡീഫോറസ്റ്റേഷൻ. വി നോ റൈറ്റ്? അതായത് ഡീഫോറസ്റ്റേഷൻ എന്താ? നമ്മുടെ ഫോറസ്റ്റിനെയൊക്കെ വെട്ടി നശിപ്പിക്കുക, മരങ്ങളെയൊക്കെ വെട്ടി നശിപ്പിക്കുക. അതും തീർച്ചയായിട്ടും എന്തിന് കാരണമാവുന്നുണ്ട്? അത് ആക്ച്വലി ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാവുന്നുണ്ട്. അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മുടെ ഫ്ലഡിനും കാരണമാവുന്നുണ്ട് കേട്ടോ. അതേപോലെ എന്താ പിന്നെ അടുത്തത് 6ാമത്തെ പോയിന്റ് ഇതാ വന്നു, ക്ലൈമറ്റ് ചേഞ്ച് അല്ലെ? ക്ലൈമറ്റ് ചേഞ്ചും തീർച്ചയായിട്ടും ഫ്ലഡിന് കാരണമാകുന്ന ഒന്ന് തന്നെയാണ്. ഇനി അടുത്ത് നോക്കാം, എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെ? തീർച്ചയായിട്ടും ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചതാണ്, അറിയാം അല്ലെ? അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, കാർബൺ മോണോക്സൈഡ്, ഇത് മീഥേൻ അല്ലെ? ഇതൊക്കെ എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അപ്പൊ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ, അതായത് അറ്റ്മോസ്ഫിയറിൽ തങ്ങി നിൽക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസും എന്തിന് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്തിന് കാരണമാകുന്നുണ്ട്? ഫ്ലഡിന് കാരണമാകുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇത്തരത്തിലുള്ള കുറച്ച് കാരണങ്ങൾ മൂലമാണ് എന്ത് ഉണ്ടാകുന്നത്? ഫ്ലഡ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം. ഒരുപാട് ടൈപ്സ് ഓഫ് ഫ്ലഡുകൾ കൂടി നമ്മൾ ഈ ഒരു യൂണിറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? പരിചയപ്പെടാൻ പോകുന്നുണ്ട് കേട്ടോ. സോ നമുക്കിനി അത് നോക്കിയാലോ? ഓക്കെ, ഒന്നാമത്തെ ടൈപ്പാണ് റിവർ ഫ്ലഡ്. റിവർ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, സിമ്പിളാ. എന്താ? നമ്മുടെ റിവേഴ്സ്, പുഴകളൊക്കെ കവിഞ്ഞൊഴുകാൻ തുടങ്ങിയാൽ അത്തരത്തിൽ ഉണ്ടാവുന്ന ഫ്ലഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റിവർ ഫ്ലഡ്. മനസ്സിലായല്ലോ? രണ്ടാമത് നോക്കാം, കോസ്റ്റൽ ഫ്ലഡ്. എന്താണ്? കോസ്റ്റൽ ഫ്ലഡ്. കോസ്റ്റൽ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? occurs when land is submerged by sea water. ലാൻഡും സീ വാട്ടറും നമ്മൾ സബ്മേർജ്ഡ് ആവുമ്പോൾ അത്തരത്തിൽ ഉണ്ടാകുന്ന ഫ്ലഡുകളെയാണ് നമ്മൾ കോസ്റ്റൽ ഫ്ലഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം, ഇതിനെ അതായത് സ്റ്റോം സർജ്. ഓക്കെ, അത് എന്താണ് ഇവിടെ സ്റ്റോം സർജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. അതായത് അബ്നോർമൽ റൈസ് ഓഫ് വാട്ടർ ഇൻ കോസ്റ്റൽ ഏരിയാസ്. ഓക്കെ, കടൽ തീരപ്രദേശങ്ങളിലെ പെട്ടെന്നുള്ള വെള്ളത്തിന്റെ അളവ് ഇങ്ങനെ അബ്നോർമലി പെട്ടെന്ന് റൈസ് അത് കൂടി വരികയാണ്. അപ്പോ ഉണ്ടാകുന്ന കുറച്ച് ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോം സർജ് എന്ന് പറഞ്ഞാൽ. അതും ഒരേ ടൈപ്പ് ഓഫ് അതും ഒരു തരത്തിലുള്ള ഒരു ഫ്ലഡ് തന്നെ
ആണ് ട്ടോ. സോ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ സ്റ്റോം സർജ് ഞാൻ പറഞ്ഞല്ലോ തീരപ്രദേശങ്ങളിലെ വെള്ളത്തിന്റെ അളവ് പെട്ടെന്ന് അങ്ങോട്ട് കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ഫ്ലഡ് ആണ് ഏത് പറഞ്ഞ സ്റ്റോം സർജ്. അത് വരാനുള്ള കാരണങ്ങൾ എന്താ നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ആള് വിൻഡ് അല്ലെ, കാറ്റ് എന്തിന് കാരണമാവുന്നുണ്ട്, സ്റ്റോം സർജിന് കാരണം. മാത്രമല്ല രണ്ടാമത് ഏതാ, തീരപ്രദേശങ്ങളാണല്ലോ. അപ്പൊ രണ്ടാമത് സ്വാഭാവികമായും ഏതാണ്, വേവ്സ് ആണ് അല്ലെ, തിരമാലകളും ഇതിനൊരു കാരണമാണ്. മൂന്നാമത് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഏതാണ്, ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അന്തരീക്ഷത്തിലുള്ള ലോ പ്രഷറും എന്തിന് കാരണമാവുന്നുണ്ട്, ഇത്തരത്തിലുള്ള സ്റ്റോം സർജിന് കാരണമാവുന്നുണ്ട്. മനസ്സിലായല്ലോ. ഇതൊക്കെയാണ് നമുക്ക് ഈ ഫ്ലഡുകളെ കുറിച്ച് പഠിക്കാനുള്ള, ഇതൊക്കെയാണ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലഡുകൾ. ഓക്കെ, സോ നമുക്കിനി അടുത്ത ഒരു ഡിസാസ്റ്റർ അല്ലെ, ഇപ്പൊ ഞാൻ പറഞ്ഞു ലാൻഡ് സ്ലൈഡ് പറഞ്ഞു, അതേപോലെ തന്നെ ഫ്ലഡിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊന്നാണ് ഏത്, സൈക്ലോൺസ് അല്ലെ. സൈക്ലോൺസിനെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ സൈക്ലോൺസ് അഥവാ ചുഴലിക്കാറ്റ് നമ്മൾ രണ്ടായിട്ടാണ് സൈക്ലോൺസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയാണത്, ട്രോപ്പിക്കൽ സൈക്ലോൺസും അതേപോലെ തന്നെ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസും. മനസ്സിലായല്ലോ എന്തൊക്കെയാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസും എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസും. എന്താണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് നോക്കിയാലോ. ഓക്കെ, ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എപ്പോഴും അവർ എവിടെയായിരിക്കും, ഇക്വേറ്ററിനോട് ചേർന്നായിരിക്കും എന്ത് കാണാൻ സാധിക്കുക, ട്രോപ്പിക്കൽ സൈക്ലോൺസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ മറ്റു പേരാണ് ടൈഫോൺസ് അല്ലെങ്കിൽ ഹുറിക്കെയിൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കും ട്ടോ. മറ്റുള്ള പേരാണ്. അതേപോലെ തന്നെ ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ ഡയാമീറ്റർ അല്ലെ, ഡയാമീറ്റർ അഥവാ ചുഴലിക്കാറ്റ് അല്ലെ, ഡയാമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ചുഴലിക്കാറ്റിന്റെ ഡയാമീറ്റർ വളരെ ചെറുതായിരിക്കും. മനസ്സിലായല്ലോ. മാത്രമല്ല എപ്പോഴും ഈ സൈക്ലോൺസിന്റെ ഒപ്പം എപ്പോഴും ഒരു ബാഡ് വെതർ, അതേപോലെ തന്നെ വയലന്റ് ആയിട്ടുള്ള സ്റ്റോർമുകൾ ഇതെല്ലാം അതിന്റെ ഒപ്പം ഉണ്ടാവും. എപ്പോഴും ചുഴലിക്കാറ്റിന്റെ ഒപ്പം ഒരു ബാഡ് ആയിട്ടുള്ള വെതറും അതേപോലെ തന്നെ വയലന്റ് ആയിട്ടുള്ള സ്റ്റോംസും ഇതിന്റെ ഒപ്പം വരാറുണ്ട്. അതായത് ചുരുക്കത്തിൽ പറയുന്നത് ഒരിക്കലും ചുഴലിക്കാറ്റ് അഥവാ സൈക്ലോൺസ് ഒറ്റയ്ക്ക് വരാറില്ല. അവരുടെ ഒപ്പം എപ്പോഴും ആരും ഉണ്ടാവും. ഒരു ബാഡ് ആയിട്ടുള്ള ഒരു വെതറും വരും, അതേപോലെ തന്നെ വയലന്റ് ആയിട്ടുള്ള സ്റ്റോംസിനും എന്തുണ്ട്, സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇതാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ്, ഇതിനെപ്പോഴും ഇക്വേറ്ററിനോട് ചേർന്ന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇവരുടെ ഡയാമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറച്ച് ചെറുതാണ്. നമുക്ക് നോക്കാം എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് അല്ലെ, രണ്ടാമത്തെ കാറ്റഗറിയാണ്. ഇവരെ നമ്മൾ വേവ് സൈക്ലോൺസ് അല്ലെങ്കിൽ മിഡ് ലാറ്റിറ്റ്യൂഡ് സൈക്ലോൺസ് എന്ന് നമ്മൾ വിളിക്കും ട്ടോ. ഇവരെ ഇത്തരത്തിലുള്ള സൈക്ലോൺസ് നമുക്ക് മിഡിൽ അല്ലെങ്കിൽ ഹൈ ലാറ്റിറ്റ്യൂഡിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസിനെ കാണാനായിട്ട് സാധിക്കുന്നത്. നോക്കാം, ഈ സൈക്ലോൺസ് എന്ന് പറയുന്നത് ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസിനെ പോലെയല്ല, വളരെ വലിയ വയലന്റ് ആയിട്ടുള്ള സൈക്ലോൺ ആണ് ഏത്, എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ രണ്ടിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, സോ സൈക്ലോൺസും എന്താണ്, ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ട് ഒരു മേജർ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മറ്റൊരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് ഏത്, എർത്ത്ക്വേക്ക് അല്ലെ, ഭൂകമ്പം. ഇനി എർത്ത്ക്വേക്ക് എങ്ങനെയാ ഉണ്ടാവുന്നത്, അതായത് ഭൂമിയുടെ അടിയിലുള്ള പാറകളുടെ ഇടയിലൂടെ ഒരു സീസ്മിക് വേവ്, സീസ്മിക് വേവ് പാസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന ഭൂമി ആ പ്രദേശത്തിന്റെ ഒരു ഷേക്കിംഗ് ആണ് എന്തായിട്ട് നമ്മൾ കണക്കൂട്ടുന്നത്, എർത്ത്ക്വേക്ക് ആയിട്ട് കണക്കൂട്ടും. മനസ്സിലായി, പെട്ടെന്നുള്ള ഒരു ഷേക്കിംഗ് ആണ്. അത് എന്തുകൊണ്ടാണ് വരുന്നത്, ഭൂമിയുടെ അടിയിലുള്ള പാറകളുടെ ഇടയിലൂടെ ഒരു സീസ്മിക് വേവ് പാസ് ചെയ്തു പോകുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ്, ഈ പ്രദേശം ഒന്ന് ഷേക്ക് ആവുകയാണ്. മനസ്സിലായല്ല. ഓക്കെ, സോ നമുക്കിനി അടുത്തത് ഈ പറഞ്ഞ സീസ്മിക് വേവ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ ഈ സീസ്മിക് വേവ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണല്ലോ നമ്മൾ ഈ നടത്തി നോക്കാം. ഏതൊക്കെയാണോ വേവ്, പി വേവ്, എസ് വേവ്, അതുപോലെ തന്നെ സർഫസ് വേവ്സ്. ഓക്കെ, ഇത്തരത്തിൽ 3 വേവുകളാണ് ഈ എർത്ത്ക്വേക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്, പി വേവ്, എസ് വേവ്, അതുപോലെ തന്നെ സർഫസ് വേവ്. നോക്കാം, പി വേവ് എന്ന് പറയുന്നത്, പി വേവ് ആണ് ആദ്യം തന്നെ സീസ്മോഗ്രാഫിലോട്ട് ആദ്യം തന്നെ എത്തി മുട്ടുന്ന ആരാണ്, ഈ പി വേവ് ആണ്. മനസ്സിലായല്ലോ. ഇനി അത് കഴിഞ്ഞ് എസ് വേവ്. എസ് വേവിന്റെ മറ്റൊരു പേരാണ് എന്ത്, സെക്കൻഡറി വേവ്. ഓക്കെ, ഈ എസ് വേവ് ആണ് രണ്ടാമത് ഈ ഒരു ഇതിലോട്ട് തട്ടുന്നത്. ഓക്കെ, അതായത് സീസ്മോഗ്രാഫ്സിലോട്ട് തട്ടി ഹിറ്റ് ആകുന്നത്
രണ്ടാമത്തെ വേവ് ഏതാണ്? എസ് വേവ് കേട്ടോ. നമുക്ക് നോക്കാം സർഫസ് വേവ് എന്താന്ന് നമുക്ക് നോക്കാം അല്ലെ. സർഫസ് വേവ് എന്ന് പറയുന്നത് എർത്തിന്റെ സർഫസിലൂടെ കടന്നു പോകുന്ന വേവിനെയാണ് നമ്മൾ എന്ത് പറയാ? സർഫസ് വേവ് എന്ന് പറയാം. ഓക്കെ, ഇത്തരത്തിലാണ് ഈ സീസ്മിക് വേവ്സ് നമ്മൾ 3 രീതിക്ക് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഏതാണ്? പി വേവ്, എസ് വേവ്, അതുപോലെ തന്നെ സർഫസ് വേവ്. ഓക്കെ, മൂന്നിന്റെ പ്രത്യേകതകളും ഞാൻ പറഞ്ഞു അല്ലേ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ നമ്മുടെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത യൂണിറ്റിലുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. കുറച്ച് എക്സ്ട്രാ ആയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കൊക്കെ ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ, അത്ര വലിയ ലെസൺ ഒന്നുമല്ല. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, സോ ബൈ ആൻഡ് താങ്ക് യു.